ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലും ഒത്തിരി സ്കാം നടക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി റണ്ണിങ് ഇവൻറ്റ്സിൽ സ്കാംസ് കുറവായിരുന്നു. ഇപ്പോൾ നിർഭാഗ്യവശാൽ അവിടെയും ഒരുപാട് സ്കാമുകൾ വരുന്നുണ്ട്. സോ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോളോവർ ഒരു ലിങ്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, ബ്രോ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാവുന്നു. സംഭവം ഏപ്രിൽ 19 കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ വെച്ച് ഒരു മാരത്തോൺ നടത്തുന്നു എന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്ററും ഒരു വെബ്സൈറ്റും ഒക്കെ ആയിരുന്നു. പക്ഷേ ആ വെബ്സൈറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ജെന്യുവൻ അല്ലാത്തൊരു ഇവൻ്റ് ആണെന്ന്. കാരണം ക്യാഷ് പ്രൈസായിട്ട് അവർ വലിയ എമൗണ്ട്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതായത് ഹാഫ് മാരത്തോണിൻ്റെ ഫസ്റ്റ് പ്രൈസ് 11 ലക്ഷം, സെക്കൻഡ് പ്രൈസ് 1 ലക്ഷം, തേർഡ് പ്രൈസ് 51,000, ഇത്രയും വലിയ ക്യാഷ് പ്രൈസൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്ക് ഒഫീഷ്യലായിട്ടൊരു വെബ്സൈറ്റ് പ്രോപ്പറായിട്ടില്ല. ഷോപ്പിഫൈയുടെ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് റീബ്രാൻഡ് ചെയ്ത് കുറേ ഡാറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഏറ്റവും വലിയ തമാശ അതല്ല, ഇവൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അവർ ഓഫർ ചെയ്യുന്ന സാധനങ്ങൾ, അതായത് സാധാരണ എല്ലാ ഇവൻറ്റ്സിലും പറയുന്ന മെഡലും ടീഷർട്ടും ഒക്കെ അതിൻ്റെ കൂടെ സ്പോർട്സ് ഷൂസും കൂടെ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ കാലിൻ്റെ സൈസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതേപോലെ ടീഷർട്ടിൻ്റെ സൈസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇവൻറ്റിന് അവർ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് വെച്ചിരിക്കുന്ന എമൗണ്ടാണ്. അതായത് ഹാഫ് മാരത്തോൺ ഒരാൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 2,999 രൂപയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു TCSൻ്റെ മുംബൈ മാരത്തോണിന് പോലും ഇത്രയും രജിസ്ട്രേഷൻ ഫീ ഇല്ലായിരുന്നു. ഹൈറോക്സ് നമ്മൾ ആദ്യമൊക്കെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പോലും ഇത്രയും രജിസ്ട്രേഷൻ ഫീ വരാറില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നടക്കുന്ന ഒരു ഇവൻറ്റിനും ഇത്രയും ഹൈ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അത് തന്നെ ശരിക്കും പറഞ്ഞ ഒരു ക്ലിയർ ഗിവ് അവേ ആണ്. പിന്നെ ഈ സ്പോർട്സ് ഷൂസ്, അതായത് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഇവൻറ്റിൻ്റെ ഓർഗനൈസർ എന്തിന് റണ്ണിങ് ഷൂസ് തരാം. പിന്നെ ഇതിൻ്റെ ടൈറ്റിൽ സ്പോൺസറായിട്ട് അവർ വെച്ചിരിക്കുന്ന SBI ആണ്. സോ ഇതിന് രജിസ്റ്റർ ചെയ്ത് പൈസ പോയ ഒരാൾ ഇതുപോലെ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് ഇതൊരു സ്കാം ആണെന്ന് ഡൗട്ട് തോന്നി എന്നാണ് എനിക്ക് ഈ ലിങ്ക് അയച്ചതെന്ന് ആൾ പറഞ്ഞത്. സോ അവർ SBI ആണല്ലോ ടൈറ്റിൽ സ്പോൺസറായിട്ട് വെച്ചിരുന്നത്. SBIനെ കോൺടാക്ട് ചെയ്തു. SBIനെ കോൺടാക്ട് ചെയ്തപ്പോൾ SBIക്ക് ഇങ്ങനെ ഒരു ഇവൻറ്റ് നടക്കുന്നതായിട്ട് അറിയില്ല എന്നാണ് അവർക്ക് അറിയാൻ സാധിച്ചത്. സോ ഇത് ശരിക്കും ജെനുവിൻലി ഒരു ഇവൻ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോഴാണെങ്കിലും ഫേസ്ബുക്കിൽ നോക്കിയപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഗൂഗിളിൽ തപ്പിയപ്പോഴാണെങ്കിലും ഇങ്ങനെ ഒരു ഇവൻ്റ് ഏപ്രിൽ 19 നടക്കുന്നതിനെപ്പറ്റി കൂടുതൽ അപ്ഡേറ്റ് ഒന്നുമില്ല. ഒരു ഷോപ്പിഫൈ വെബ്സൈറ്റ്, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്ത ആ ഒരു ഷോപ്പിഫൈ വെബ്സൈറ്റ് മാത്രമേ ഈ ഇവൻറ്റിനെ പറ്റിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽ ഉള്ള. സോ ഇത് സ്കാം ആവാനാണ് ചാൻസ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇവൻറ്റ് കണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാനും പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ള ഓഫറിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. സോ ഇതുപോലെ ഒരു റണ്ണിങ് ഇവൻറ്റിൻ്റെ അപ്ഡേറ്റ് ഒക്കെ കണ്ട് ചാടിക്കയറി ഉടനെ രജിസ്റ്റർ ചെയ്ത് കുറച്ചൊന്ന് അന്വേഷിക്കണം. ഇത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആണോ എന്നൊന്ന് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ രജിസ്ട്രേഷൻ ഫീ കൊടുക്കുക. യൂഷ്വലി ഒരു ജെന്യുവൻ ഇവൻ്റ് ആണെങ്കിൽ എന്തായാലും അവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ്, അല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ്, അല്ലെങ്കിൽ ഈ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും റേസ് ഓർഗനൈസേഴ്സിൻ്റെ പേജിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്, മൾട്ടിപ്പിൾ അപ്ഡേറ്റ്സ് എന്തായാലും കാണും. കാരണം അവർക്ക് ഈ ഇത്രയും വലിയ ക്യാഷ് പ്രൈസ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഇവൻറ്റ് പ്രൊമോട്ട് ചെയ്ത് എന്തായാലും നടത്താൻ പറ്റില്ല. പിന്നെ ഇത്രയും ഹൈ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസും വരാൻ സാധ്യത വളരെ കുറവാണ്. സോ ഏതെങ്കിലും ഒരു ഇവൻറ്റ് കണ്ട് ചാടിക്കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യാതിരിക്കുക, കെയർഫുള്ളായിട്ടിരിക്കുക. കാരണം ഇപ്പോൾ സ്കാംസ് റണ്ണിങ് ഇവൻറ്റ്സിലോട്ടും വന്നു എന്നാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ഫോളോ അപ്പ് വീഡിയോസ് ഞാൻ അന്വേഷിച്ചതിന് ശേഷം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ ബാക്കി അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാം.